മുറ്റത്തെ കിളിക്കുടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെയെങ്കിൽ സുധീഷാണെങ്കിൽ ഒരു നൈറ്റിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നുണ്ട്. അപ്പോൾ അത് നിധിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നിധി പറയുന്നത് ഞാനിതൊന്നും ഉപയോഗിക്കത്തില്ല, ഞാൻ അത് കൊണ്ടുപോയി മാറ്റി വേറെ ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഭയങ്കര സന്തോഷത്തോടെയാണ് സുധീഷ് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. എന്താ ഏട്ടാ ഇതെന്ന് രൂപേഷ് ചോദിക്കുന്നുണ്ട്. അത് നിധിക്കൊരു സർപ്രൈസ് ആണെന്ന് സുധീഷ് പറയാണ്. എന്നിട്ടാണെങ്കിൽ സുധീഷ് ആണെങ്കിൽ നിധിക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ ആക്ഷൻ ചെയ്ത് കാണിക്കുകയാണ് രൂപേഷിൻ്റെ മുന്നിൽ. കണ്ണടച്ചുകൊണ്ടാണ് ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഇതും കണ്ടുകൊണ്ട് ഭാസ്കരൻ വരികയാണ്. ഭാസ്കരൻ വിചാരിക്കുന്ന സുധീഷ് വാങ്ങിച്ച ആ ഗിഫ്റ്റ് ഭാസ്കരന് വേണ്ടിയാണെന്നാണ് ഭാസ്കരൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവന്ന് നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ എണിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നിധിയാണെങ്കിൽ രാത്രിയിലായപ്പോഴത്തേക്ക് നിധിയുടെ അടുത്തോട്ട് സുധീഷ് വരികയാണ്. അപ്പം സുധീഷിൻ്റെ അടുത്ത് പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ സുധീഷേ എന്ന് ചോദിക്കുകയാണ്. നിധിക്ക് എപ്പോൾ വേണമെങ്കിലും എന്നോട് എന്ത് കാര്യം വേണമെങ്കിലും പറയുകയോ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വരല്. അപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് വേണ്ടി സുധീഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കടം വീട്ടാൻ കിടക്കുമുണ്ട്. അപ്പോഴേ എനിക്ക് വീണ്ടും വീണ്ടും ഓരോന്നും ചെയ്യേണ്ട, എനിക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ചോണ്ട് വരേണ്ട കാര്യമില്ലെന്ന് നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സുധീഷിന് ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞ നിധി അങ്ങ് കയറിപ്പോവാണ്. അങ്ങനെ രാത്രിയിലാണെങ്കിൽ ആഹാരമൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ നിധിയാണെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം താഴെ ഇരിക്കണം. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിധിയാണെങ്കിൽ ഹരീഷിൻ്റെ അടുത്ത് ഹരീഷിൻ്റെ കോളേജിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ കോളേജിലെ പഠിത്തം, അതുപോലെ തന്നെ കഴിഞ്ഞിട്ട് എന്ത് പഠിക്കാൻ പോകുന്നു എന്നൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരീഷ് ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. ഇതുവരെ കോളേജിൽ പോകാത്ത ഹരീഷ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഞെട്ടുന്നുണ്ട്. പക്ഷേ ഹരീഷ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നിധി അങ്ങോട്ട് എണീച്ച് പോകുമ്പോൾ ഹരീഷാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് ചോദിക്കണം, നിങ്ങൾ എന്ത് കള്ളത്തരം ഈ പറഞ്ഞു കൊടുത്തേക്കാണ്? ഞാൻ എവിടെ കോളേജിൽ പോയത്, ഞാൻ കോളേജിൽ പോയതെന്നൊക്കെ നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ ഇപ്പം തന്നെ ഏട്ടത്തിൻ്റെ അടുത്ത് പറയാൻ പോവുക, നിങ്ങൾ പറഞ്ഞത് മൊത്തം കള്ളത്തരമാണെന്ന്. അപ്പോൾ സുധീഷ് അങ്ങ് സ്വഭാവം പറയുകയാണ്, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത പറയുന്നത്? ഞാൻ നിന്നെ പറയണം, നീ വർക്ക്ഷോപ്പിൽ കിടന്ന് ജോലി ചെയ്യുകയാണെന്ന് പറയണോ? എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കുകയാണ്. ഹരീഷിൻ്റെ അടുത്ത് സുധീഷ് ചോദിക്കുകയാണ്. അതൊന്നും പറയാൻ പറ്റത്തില്ല. നിധിയാണെങ്കിൽ വലിയ വീട്ടിലെ വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്. അപ്പം നീ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് ഹരീഷിനോട് അടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഹരീഷ് പറയുന്നത്, നിങ്ങൾ ഈ കള്ളത്തരം പറയുന്നത് എന്തിനാണ്, നിങ്ങളതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിയാണ്. ഈ സമയത്താണെങ്കിൽ സുധീഷ് കൊണ്ടുവന്ന കവർ എടുത്തുകൊണ്ട് നമ്മുടെ ഭാസ്കരൻ എടുത്തുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ആക്കുമ്പോഴത്തേക്ക് ഭാസ്കരൻ്റെ അകത്തുനിന്ന് ഡോറും തുറന്ന് ഇങ്ങോട്ട് വരികയാണ്. ഭാസ്കരനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടുന്നുണ്ട്. സുധീഷ് നിധിക്ക് വാങ്ങിച്ചുകൊണ്ട് എന്താ ഡ്രസ്സ് ഇട്ടുണ്ട്, ബനിയനും പാൻറ്റും ഒക്കെ ഇട്ടുകൊണ്ടാണ് വരുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഹരീഷ് ചോദിക്കണേ, എന്ത് ഇങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ എന്തോ ഇട്ടേക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് പറയാണ്, ഇത് ഞാനാണെങ്കിൽ നിധിക്ക് വാങ്ങിച്ച ഡ്രസ്സില്ലേ, ഇതെന്തിനെ നിങ്ങളെടുത്തിട്ടേ എന്ന് ഭാസ്കരൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. നീ നിധിക്ക് വാങ്ങിച്ച ഡ്രസ്സ്, നീ അല്ലേ പറഞ്ഞത് എനിക്ക് വാങ്ങിച്ച ഡ്രസ്സാണെന്ന്, ഞാൻ എപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു? ഒക്കെ കാണുമ്പോഴത്തേക്ക് രൂപേഷിന് ഭയങ്കര ചിരി വരികയാണ്. അച്ഛൻ്റെ കോലം കെട്ടൊക്കെ കണ്ട് രൂപേഷിന് ഭയങ്കര ചിരി വരികയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.